മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻഡ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ യൂട്യൂബ് പരമ്പരയുടെ 154-ാമത്തെ എപ്പിസോഡിലാണ് എത്തി നിൽക്കുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ എപ്പിസ് മെല്ലിഫിക്ക എന്ന അധ്യായത്തിൻ്റെ 5-ാം ഭാഗമാണ് പരിശോധിക്കുന്നത്. ഈ ഭാഗത്ത് എപ്പിസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങൾ, അതിൻ്റെ യൂറിനറി ട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, കോൺസ്റ്റിപ്പേഷനും ഡയറിയയുമായിട്ട് ബന്ധപ്പെട്ട്, കുട്ടികളുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെയുള്ള നിരവധി സവിശേഷതകൾ കെൻഡ് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ ശരീരത്തിൽ മുഴുവൻ നീർവീക്കം ഉണ്ടാകൽ, കൈകാലുകളിൽ നീർവീക്കം ഉണ്ടാകൽ, കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട് യൂറിനറി ട്രാക്റ്റുമായിട്ടുള്ള പ്രശ്നങ്ങൾ, പലപ്പോഴും കിഡ്നി രോഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിശോധിക്കും. ചിലവേറിയ ചികിത്സകളുടെ ട്രാപ്പിൽ പെട്ടുപോകും. സിംറ്റംസ് ശരിക്ക് മനസ്സിലാക്കി ഉചിതമായ ഔഷധം, ഇപ്പോൾ നിരവധി ഔഷധങ്ങൾ ഇത്തരം സാഹചര്യങ്ങളെ കവർ ചെയ്യുന്നുണ്ട്. നീർക്കെട്ട്, കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കൃത്യമായിട്ടുള്ള ഔഷധം സെലക്ട് ചെയ്ത് സിംറ്റംസ് അനുസരിച്ച് ശരിയായ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഹീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എപ്പിസിനെ കുറിച്ചുള്ള പഠനത്തിൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ചിരിക്കണം. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എപ്പിസ് കോസസ് സോർനെസ് ആൻഡ് ടൈറ്റ്നസ് ത്രൂ ഔട്ട് ദ അബ്ഡമൻ ആൻഡ് ഹൈപ്പോകോൺട്രിയ. അടിവയറിലും മേൽവയറിലും, അപ്പോൾ വയറിൻ്റെ ഭാഗം മുഴുവൻ ഒരു ടൈറ്റ്നസ്, ഇങ്ങനെ മുറുകിയിരിക്കുന്ന പോലത്തെ ഒരു തോന്നൽ, സോർനെസ്, വേദന, നൊമ്പരം, ഇതുമൊക്കെ എപ്പിസ് ഉണ്ടാക്കുന്നുണ്ട്. സെൻസേഷൻ ഓഫ് ടൈറ്റ്നസ് റൺസ് ത്രൂ മെനി ഓഫ് ദ കംപ്ലൈൻറ്റ്സ് ഓഫ് എപ്പിസ്. ഈ മുറുകിയിരിക്കുന്ന ആ ഒരു തോന്നൽ, അനുഭവം, വീർത്തുകെട്ടി ഒക്കെ മുറുകിയിരിക്കുന്ന ഒരു അനുഭവം എപ്പിസിൽ ഉടനീളം കാണാൻ സാധിക്കും. ദ അബ്ഡമൻ ഈസ് ഡിസ്റ്റൻഡഡ് വിത്ത് ഗ്യാസ്. അടിവയറ് വായു വന്ന് നിറഞ്ഞ് വിങ്ങി നിൽക്കുന്നു. മീറ്ററൈറ്റിക് കണ്ടീഷൻ, ഗ്രേറ്റ് ടെൻഷൻ ആൻഡ് ഫുൾനെസ്, ഹാർഡ് ആൻഡ് ഡ്രം ലൈക്ക്. അപ്പോൾ മീറ്ററൈറ്റിക് കണ്ടീഷൻ എന്ന് വെച്ചാൽ, മീറ്റർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഉൽക്ക എന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായിട്ട് വരുന്നതാണ്, പൊടുന്നനെ വരുന്നതാണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് പൊടുന്നനെ വരുന്ന അവസ്ഥകൾ എപ്പിസ് കവർ ചെയ്യും. കടുത്ത വിരിഞ്ഞു മുറുക്കിയ പോലുള്ള അനുഭവം, നിറഞ്ഞിരിക്കുന്ന പോലെ അനുഭവം, കട്ടിയുള്ള ഡ്രംലേക്ക് വീർത്ത് കെട്ടി ചെണ്ട പോയ പോലുള്ള അനുഭവം, ഇതൊക്കെ വളരെ പെട്ടെന്ന് വരുന്നു. അപ്രതീക്ഷിതമായിട്ട് എങ്ങനെ സംഭവിച്ചു എന്നറിയാത്ത തരത്തിൽ വരുന്നു. ഇൻ ഓൾ ഇൻഫ്ലമേറ്ററി കംപ്ലൈൻറ്റ്സ്, ഇൻ പെരിട്ടോണൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ, ഇൻഫ്ലമേഷൻ ഓഫ് ദ പെൽവിസ്, there is great tension, tightness, but this tightness is not always general. Sometimes it is local, sometimes it is with little congestion, but tightness prevails throughout the abdomen. So tightness എന്ന് പറയുന്നത് ജനറലി ശരീരം മുഴുവൻ ഈ വിരിഞ്ഞു മുറുകിയ അനുഭവം ഉണ്ടാവണമെന്നില്ല, ചില ഭാഗങ്ങൾ മാത്രമാകാം. അപ്പോൾ വയറ്റിൽ, അടിവയറ്റിൽ, കൈകാലിൽ, നെഞ്ചിൽ, അങ്ങനെയൊക്കെ ആകാം, ചിലപ്പോൾ മൊത്തത്തിലും ആകാം. പക്ഷേ ഈ ടൈറ്റ്നസ് എന്നുള്ള ഒരു അനുഭവം എപ്പിസിൽ ഉടനീളം കാണാൻ സാധിക്കും. കരളിലും ഉദരസ്ഥലത്തിലും പെൽവിസിലും ഒക്കെ ഇൻഫ്ലമേഷൻ ഉണ്ട്, നീർവീക്കമുണ്ട്, വലിഞ്ഞു മുറുകിയിരിക്കുന്നൊരു അനുഭവമുണ്ട്. ആൻഡ് ദിസ് ടൈറ്റ്നസ് മേക്സ് ഇറ്റ് ഇമ്പോസിബിൾ ഫോർ ദ പേഷ്യൻറ്റ് ടു കോഫ് ഓർ ഫിയർ സംതിങ് വിൽ ബേസ്റ്റ്. അപ്പോൾ ഈ മുറുകിയിരിക്കുന്ന അനുഭവം വളരെ ശക്തമാണ്. അത് കാരണം ചുമ വന്നാൽ ചുമക്കാൻ രോഗി ഭയപ്പെടും. ചുമച്ചു കഴിഞ്ഞാൽ ഈ മുറുകിയിരിക്കുന്നത് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പോകുമെന്ന് തോന്നും. അങ്ങനത്തെ ഉള്ളൊരു ഫീലാണ്. ദ കോഫ് മേക്സ് ഹിം ഫീൽ ആസ് ഇഫ് സംതിങ് വുഡ് ടേൺ. അപ്പോൾ ചുമച്ചു വന്നു കഴിഞ്ഞാൽ എന്തോ കീറിപ്പോവും, വിരിഞ്ഞ് മുറുകിയിരിക്കുകയാണ്. ചുമച്ചൊരു ഷെയ്ക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു ആഘാതം വന്നു കഴിഞ്ഞാൽ കീറിപ്പോവും എന്നുള്ള തോന്നൽ, അത് എപ്പിസിൻ്റെ ഒരു സവിശേഷതയാണ്. കനോട്ട് സ്ട്രെയിൻ ആൻഡ് സ്റ്റൂൾ. പരിശോധനയ്ക്ക് പോയിരിക്കുമ്പോൾ ഒന്ന് എക്സ്പെൽ ചെയ്യാനൊരു ശ്രമിക്കാൻ തോന്നില്ല, കാരണം വയറ് പൊട്ടിപ്പോകുമോ കീറിപ്പോകുമോ എന്നുള്ള തോന്നൽ വരും. ദിസ് ഈസ് കോമൺ ഇൻ ദ അബ്ഡമിനൽ ആൻഡ് പെൽവിക് കംപ്ലൈൻറ്റ്സ് ഓഫ് വുമൺ. സ്ത്രീകളുടെ അടിവയറുമായിട്ട് ബന്ധപ്പെട്ട, പെൽവിസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ ഇത് സാധാരണ എപ്പിസ് കണ്ടീഷനിൽ വരും. ദ വുമൺ വിൽ സേ ഷീ കനോട്ട് സ്ട്രെയിൻ അറ്റ് സ്റ്റൂൾ ബിക്കോസ് ഓഫ് ദ ഫീലിംഗ് ദാറ്റ് ഇഫ് ഷീ സ്ട്രെയിൻസ് സംതിങ് വിൽ ബ്രേക്ക് ലൂസ്. മലശോധനയ്ക്ക് പോയിരിക്കുമ്പോൾ അതിനൊരു ശ്രമം നടത്തി നോക്കാൻ, അതിനെ സ്ട്രെയിൻ ചെയ്ത് നോക്കാൻ ആ സ്ത്രീ ഭയപ്പെടും. കാരണം അത്രക്ക് ഒരു പൊട്ടിപ്പോകുന്ന, കീറിപ്പോകുന്ന ഒരു ഭയം, അതിനുള്ള സാധ്യത തോന്നിക്കുന്ന തരത്തിലുള്ള പ്രയാസങ്ങൾ എപ്പിസ് പേഷ്യൻറ്റിൽ ഉണ്ടാകും. ദ സെയിം സ്റ്റേറ്റ് എക്സിസ്റ്റ് ഇൻ ദ ചെസ്റ്റ്. ഇതേ അവസ്ഥ
നെഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇറ്റ് സീംസ് ദാറ്റ് ഓർ കോഫിംഗ് സംതിങ് വിൽ ടിയർ ലൂസ് ആസ് ഇഫ് ദ ഫൈബേഴ്സ് ആർ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ടെൻഷൻ ഓർ സ്ട്രെച്ചിങ്. ചുമച്ചാലും മനഃശോധനയ്ക്ക് വേണ്ടി സ്ട്രെയിൻ ചെയ്താലും എന്തോ പൊട്ടിപ്പോകുന്ന തരത്തിൽ അത്രയ്ക്ക് പേശി തന്തുക്കളും നാഡികളും ഒക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുകിയിരിക്കുന്ന പോലത്തെ ഒരു അനുഭവമാണ്. അപ്പോൾ എപ്പിസംബിസോളം കുത്തുന്ന തരത്തിലുള്ള വേദന, പൊള്ളൽ കൂടാതെ തന്നെ ടൈറ്റ്നസ് എന്ന് പറയുന്നൊരു അവസ്ഥ കൂടി വരുന്നുണ്ട്. ഹൈപ്പർ സെൻസിറ്റീവ് സ്റ്റേറ്റ് ഓഫ് ദ ലിവർ, ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ ആൻഡ് സ്പ്ലീൻ. അപ്പോൾ സ്പ്ലീനും ലിവറും ഒക്കെ നീർക്കെട്ടുണ്ടായിട്ട് നീർവീക്കം ഉണ്ടായിട്ട് ഹൈപ്പർ സെൻസിറ്റീവ് കണ്ടീഷൻ വരുന്നു. പെയിൻ അണ്ടർ ഷോർട്ട് റിബ്സ് വേഴ്സ് ഓൺ ലെഫ്റ്റ് സൈഡ്. ഷോർട്ട് റിബ്സിൻ്റെ കീഴിൽ അതും ഇടതുവശത്ത് കൂടുതൽ വർദ്ധിച്ച തരത്തിലുള്ള വേദന. പെയിൻസ് ഫ്രം ബിലോ ദ റിബ്സ് സ്പ്രെഡിങ് അപ്വേർഡ്. വാരിയലുകൾക്ക് കീഴെ നിന്ന് മേളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലുള്ള വേദന. ഒബ്ലിജ് ടു ബെൻഡ് ഫോർവേഡ് ഫ്രം എ പെയിൻഫുൾ കോൺട്രാക്റ്റഡ് ഫീലിംഗ് ഇൻ ദ ഹൈപ്പോകോൺട്രിയ. വയറിൻ്റെ മേൽഭാഗത്ത് ഉണ്ടാകുന്ന ഒരു വലിഞ്ഞു മുറുകി അല്ലെങ്കിൽ വലിച്ചു ചുരുക്കുന്ന തരത്തിലുള്ള വേദനയുള്ളൊരു അനുഭവം കാരണം വളഞ്ഞ് രണ്ടായിട്ടിങ്ങനെ മടങ്ങാനുള്ളൊരു തോന്നൽ വരും. അതൊരു പ്രൂവർ കൊട്ടിരിക്കുന്നതാണത്. ഓൾ ദ കംപ്ലൈൻറ്റ്സ് ആർ ലൈക്ലി ടു മേക്ക് ദ പേഷ്യൻറ്റ് ബെൻഡ് ഫോർവേഡ് ആൻഡ് ഫ്ലക്സ് ദ ലിംസ്. എല്ലാ വേദനകളും ഇങ്ങനെ മുന്നോട്ട് വളഞ്ഞു കൂടി ഈ കൈകാലുകളൊക്കെ ഇങ്ങനെ വളച്ചു കൂട്ടി ഇരിക്കാൻ ഉള്ളൊരു ഒരു പ്രേരണ ഉണ്ടാകുന്ന തരത്തിലുള്ളതാണ് എപ്പിസിൻ്റെ ഈ പ്രശ്നങ്ങൾ. ബിക്കോസ് ദ സ്റ്റേറ്റ് ഓഫ് ടെൻഷൻ ഈസ് പെയിൻഫുൾ. അപ്പോൾ ഈ വലിഞ്ഞു മുറുകിയ ഈ ആ ഒരു അവസ്ഥ വേദനാജനകം കൂടിയാണ്. വെറുതെ വലിഞ്ഞു മുറുക മാത്രമല്ല, വേദനാജനകം കൂടിയാണ്. വേദനയ്ക്ക് ഒരു ശമനം കിട്ടാൻ വേണ്ടിയാണ് ഈ ചുരുങ്ങിക്കൂടി വളഞ്ഞുകൂടി കാളിരിക്കുന്നത്. സെൻസിറ്റീവ്നെസ് ഓഫ് ദ സ്റ്റൊമക്ക് ടു ടച്ച്. ഉദരം വളരെ സെൻസിറ്റീവാണ്, സ്പർശനം പോലും പ്രയാസമുണ്ടാക്കും. ഓർ ദ വോൾ അബ്ഡമൻ ഷീ സോ സോർ ദാറ്റ് ടച്ച് ഈസ് എക്സ്ട്രീംലി പെയിൻഫുൾ. സ്പർശനം പോലും വല്ലാതെ വേദന ഉണ്ടാകും. ഇൻ ഓൾ ദി ഇൻഫ്ലമേറ്ററി കംപ്ലൈൻറ്റ്സ് ഓഫ് വുമൺ ദ അബ്ഡമൻ ഈസ് വെരി സോർ ആൻഡ് പെയിൻഫുൾ. അപ്പോൾ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിർവീക്കത്തിൻ്റെ പ്രശ്നങ്ങളിലും ഈ അടിവയർ വല്ലാതെ തൊട്ടാൽ പോലും വേദന ഉണ്ടാക്കുന്ന തരത്തിൽ ഉള്ള അവസ്ഥയിലാണ്. സോർനെസ്, ഡിസ്റ്റൻഷൻ ആൻഡ് സ്റ്റിങ്ങിങ് ബേണിംഗ് പെയിൻസ് ത്രൂ ദ അബ്ഡമൻ. വേദന, വീർത്ത് കെട്ടിയിരിക്കൽ, കുത്തുന്ന പൊള്ളുന്ന വേദനകൾ അടിവയറ്റിൽ. ബേണിംഗ് ഹീറ്റ് ഇൻ ദ സ്റ്റൊമക്ക്. വയറിൽ പൊള്ളുന്ന തരത്തിലുള്ള ചൂട്. ഇൻ ദ എക്സ്റ്റേണൽ അബ്ഡമൻ ദർ ഇസ് ആൻ എഡിമാറ്റസ് സ്റ്റേറ്റ്. വയറിൻ്റെ പുറമെ നീര് കെട്ടിയിരിക്കുന്നൊരവസ്ഥ. ഡ്രോപ്സി, സംടൈംസ് അലോൺ, സംടൈംസ് വിത്ത് അനാസാർക്ക. അപ്പോൾ നീർക്കെട്ടം ചിലപ്പോൾ വയറിൽ മാത്രമുണ്ട്, അല്ലെങ്കിൽ ശരീരം മൊത്തം നീര് വന്ന് വീർത്തിരിക്കുന്നൊരവസ്ഥ വരാം. സാധാരണ ആളുകളെ പേടിപ്പിക്കുന്ന സാഹചര്യമാണത്. ലിം സ്വലൻ ടു ദ ഫുൾ എക്സ്റ്റെൻറ്റ്. കൈകാലുകൾ പരമാവധി നീർക്കെട്ടിയിരിക്കുന്നു. പിറ്റിംഗ് അപ്പോൺ പ്രഷർ. ഒന്ന് അമർത്തിയാൽ മതി, അവിടെ കുഴിഞ്ഞിരിക്കും. ദ ഫീറ്റ് ആൻഡ് ലിംസ് സ്വോളൻ വിത്ത് ബേണിംഗ്, സ്റ്റിങ്ങിങ് ആൻഡ്. കാലുകളും കാൽപാദങ്ങളും കാലും ഒക്കെ കുത്തുന്ന വേദന, പൊള്ളുന്ന വേദന, മരവിച്ച അവസ്ഥ. ഫീലിംഗ് ആസ് ഇഫ് ഇൻഡസ്ട്രീസ് വെർ ബ്രൂയിസ്ഡ്. കുടലുകൾ, ചെറുകുടലും വൻകുടലും ഒക്കെ നീർക്കെട്ടി അവിടെയും വേദന. വാട്ടർ ഡയറി ഈസ് കോമൺ ഇൻ എപ്പിസ്. യെല്ലോ സ്റ്റൂൾസ്, ഗ്രീൻ സ്റ്റൂൾസ്, ഒലിവ് ഗ്രീൻ സ്റ്റൂൾസ്, വാട്ടറി സ്റ്റൂൾസ് എക്സെട്ര. വയറിളക്കം എപ്പിസിൽ പൊതുവേ ഉണ്ട്. അത് എല്ലാത്തരം സ്റ്റൂൾസും ഉണ്ട്. വെള്ളം പോലെ പച്ച നിറത്തിൽ, ഒലിവ് ഗ്രീൻ നിറത്തിൽ, നല്ല കടുത്ത പച്ച നിറത്തിൽ, മഞ്ഞ നിറത്തിലൊക്കെ ഉണ്ട്. എവറി ഡേ 6 to 8 ഡയറക്റ്റ് സ്റ്റൂൾസ്. ഓരോ ദിവസവും 6 മുതൽ 8 തവണ വരെ ഡയറക്റ്റ് സ്റ്റൂൾസ് വയറിളക്കം ഉണ്ടാകാം. അതിനോടൊപ്പം ഈ ഡയറിക്ക് വിത്ത് സ്മെൽസ് ലൈക്ക് കാരിയൻ, ചീഞ്ഞ മാംസത്തിൻ്റെ മണവും ഉണ്ടാകും. ഇറ്റ് ഈസ് എസ്പെഷ്യലി യൂസ്ഫുൾ ഇൻ ദ പെക്യുലിയർ കൈൻഡ് ഓഫ് സ്റ്റൂൾ ഒക്കറിങ് ചിൽഡ്രൻ ആൻഡ് ഇൻഫൻസ് ആൻഡ് ഇന്റർമിംഗ്ലിംഗ് ഓഫ് ബ്ലഡ്, മ്യൂക്കസ് ആൻഡ് ഫുഡ്. കുട്ടികളുണ്ടാകുന്ന സവിശേഷതരം ഡയറിയ. അതെങ്ങനെയാണ്? രക്തം, മലം, ഭക്ഷണ സാധനങ്ങളിലെ അവശിഷ്ടങ്ങൾ, ഇതെല്ലാം കൂടി, മ്യൂക്കസ്, കഫം, ഇതെല്ലാം കൂടി ഇടകലർന്ന ഒരു തരത്തിലൊരു പെക്യുലിയർ സ്റ്റൂള് കുട്ടികളിൽ ഉണ്ട്. ഇതെങ്ങനെ? ഇതിനൊരു അപ്പിയറൻസ് എന്താ? ഗിവിംഗ് ദ സ്റ്റൂൾ ആൻ അപ്പിയറൻസ് ലൈക്ക് ടൊമാറ്റോ സോസ്. ടൊമാറ്റോ സോസ് പോലെ തോന്നും. ദ ഏനസ് പ്രൊട്യൂട്സ് വിത്ത് സ്റ്റൂൾ ആൻഡ് സീംസ് ടു റിമെയിൻ ഓപ്പൺ. ആൻഡ് ഓപ്പൺ ഏനസ് ലൈക്ക് ഫോസ്ഫറസ് ആൻഡ് പൾസാറ്റില്ല. അപ്പോൾ
മലശോധന ഉണ്ടാകുമ്പോൾ മലാശയം പുറത്തേക്ക് തള്ളി വന്ന് തുറന്നിരിക്കും. ഈ ഒരു അവസ്ഥയ്ക്ക് രണ്ട് കമ്പാരിസൺ പറയുന്നുണ്ട്, ഫോസ്ഫറസും പൾസാറ്റിലെയും. ക്രോണിക് ഡയറിയ, ഡിസെൻട്രി, ഹെമറേജ് ഫ്രം ബവൽസ്, പഴകിയ വയറിളക്കമുണ്ട്, രക്തവാർച്ചയുണ്ട് വയറിൽ നിന്ന്. ഇൻ ഇറ്റ്സ് കോൺസ്റ്റിപ്പേഷൻ ഇറ്റ് ഈസ് റിലേറ്റഡ് മോർ കോമൺലി ടു ഹെഡ് ട്രബിൾസ്. ഈ കോൺസ്റ്റിപ്പേഷൻ്റെ കാര്യം, മലബന്ധത്തിൻ്റെ കാര്യം വരുമ്പോൾ തലയിലെ പ്രയാസങ്ങളുമായിട്ടാണ് അതിന് ബന്ധം വരുന്നത്. അത് കപ്പിൾ ചെയ്ത് വരാം. ഹി ഗോസ് മെനി ഡേയ്സ് വിത്തൗട്ട് എ സ്റ്റൂൾ. നിരവധി ദിവസങ്ങൾ പോലും മലശോധന ഇല്ലാതെ. ദ ബവൽ സീംസ് ടു ബി പെർഫെക്റ്റ്ലി പാരലൈസ്ഡ്. ഈ മലശോധന ഉണ്ടാക്കുന്ന ചലനങ്ങളെല്ലാം സമ്പൂർണമായിട്ട് മരവിച്ചു പോയൊരവസ്ഥ. പാരലൈസ്ഡ്, കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് വിത്ത് കൺജഷൻ ഓഫ് ദ ബ്രെയിൻ ആൻഡ് അക്യൂട്ട് ഹൈഡ്രോസെഫാലസ്. ഇതിനോടൊപ്പം തലച്ചോറിൽ വീക്കവും തലയ്ക്ക് അക്യൂട്ടായിട്ട് ഹൈഡ്രോസെഫാലിറ്റിക്, തല വീർത്ത് വലുതായി വരുന്നൊരവസ്ഥയും വരാം അക്യൂട്ടായിട്ട്. ദ യൂറിനറി ട്രബിൾസ് ആർ ന്യൂമറസ് ഇൻ എപ്പിസ്. മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങളും ധാരാളമുണ്ട്. ദ യൂറിൻ ഈസ് കാൻഡി, കമ്മിങ് ഓൺലി ഇൻ ഡ്രൂപ്സ്. വളരെ കുറച്ചേ ഉള്ളൂ, തുള്ളിയായിട്ട് വരുള്ളൂ. മച്ച് സ്ട്രെയിനിങ് ബിഫോർ ദ യൂറിൻ വിൽ സ്റ്റാർട്ട്. മൂത്രം പുറത്തേക്ക് പോയി തുടങ്ങാൻ ഒത്തിരി ബലം പ്രയോഗിക്കണം, സ്ട്രെയിൻ ചെയ്യണം. ആസ് സൂൺ ആസ് എ ഫ്യൂ ഡ്രോപ്സ് കളക്ട് ഇൻ ദ ബ്ലാഡർ ദ അർജിങ് കംസ്. അപ്പോൾ ഏതാനും തുള്ളികൾ മൂത്രാശയത്തിൽ വന്നാൽ മതി, മൂത്രശങ്ക വന്നു തുടങ്ങും. അത് ശരിയായൊരു അവസ്ഥ അല്ലല്ലോ. കോൺസ്റ്റന്റ് ഇൻഎഫക്ച്വൽ അർജിങ്, സ്ഥിരമായിട്ടുള്ള, അത് ശമിപ്പിക്കാൻ പറ്റാത്തയുള്ള മൂത്രശങ്ക. ലേറ്റർ ദ യൂറിൻ ഈസ് ഓൾമോസ്റ്റ് സപ്രസ്ഡ്. കുറച്ച് കഴിയുമ്പോൾ മൂത്രം ഒട്ടുമേ പുറത്തു പോകുന്നുള്ള അവസ്ഥ. ഇൻഫൻസ് ഗോ എ ലോങ് ടൈം വിത്തൗട്ട് പാസിങ് യൂറിൻ, സ്ക്രീച്ചിങ് ആൻഡ് ക്യാരിങ് ദ ഹാൻഡ് ടു ദ ഹെഡ്. ചെറിയ കുട്ടികൾ ദീർഘസമയം മൂത്ര പോകാതിരിക്കുന്നു, വല്ലാതെ കീറിപ്പൊളിച്ച് കരയുന്നല്ലോ, വല്ലാതെ ശബ്ദം അസ്വസ്ഥ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കരച്ചിൽ, വേദന ഉണ്ടാകും. വേറെ ഒന്നും എങ്ങനെയാണ്, കൈ തലയിലേക്ക് കൊണ്ടുപോകും. കാരണം ഹെൽത്ത് സിംറ്റംസുമായിട്ട് ബന്ധപ്പെട്ട ഒരവസ്ഥയാണത്. ക്രൈങ് ഔട്ട് ഇൻ സ്ലീപ്പ്, ഉറക്കത്തിൽ കരയും. കിക്കിംഗ് ഓഫ് ദ കവേഴ്സ്, പുതപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് ചവിട്ടി കളയുകയും ചെയ്യും. വെരി ഓഫൺ എ ഡോസ് ഓഫ് എപ്പിസ് വിൽ ബി ഫൗണ്ട് ഇൻ യൂസ്ഫുൾ. വെരി ഓഫൺ എ ഡോസ് ഓഫ് എപ്പിസ് വിൽ ബി ഫൗണ്ട് യൂസ്ഫുൾ. പലപ്പോഴും ഒറ്റ ഡോസ് എപ്പിസ് ഗുണം ചെയ്യും. പലപ്പോഴും എന്ന് പറഞ്ഞാൽ സിംറ്റംസ് കൃത്യമായിട്ട് യോജിച്ചു കഴിഞ്ഞാൽ എപ്പിസ് ഒറ്റ ഡോസ്, ഡോസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, ഒറ്റ ഡോസ് ഗുണം ചെയ്യും. കൃത്യമാണ് സെലക്ഷനെങ്കിൽ ഒറ്റ ഡോസ് ഗുണം ചെയ്യും. ഇറ്റ് ഈസ് ഓഫൻ കോൾഡ് ഫോർ ഇൻ സ്കാർലറ്റ് ഫീവർ വെൻ ദ യൂറിൻ ഈസ് ലോഡഡ് വിത്ത് ആൽബുമിൻ. മൊത്തത്തിൽ ആൽബുമിൻ വന്ന് നിറഞ്ഞ് ലോഡഡ്, അത്രയ്ക്ക് ആൽബുമിൻ്റെ കോൺസെൻട്രേഷൻ വരുന്ന സ്കാർലറ്റ് ഫീവറിൻ്റെ അവസ്ഥകളിൽ ഇത് പലപ്പോഴും എപ്പിസ് വേണ്ടി വരും. യൂറിനറി ട്രബിൾസ് വിത്ത് സ്വെല്ലിംഗ് ഓഫ് ജെനിറ്റൽസ് ആൻഡ് ദ സ്വെല്ലിംഗ് ഈസ് എഡിമാറ്റസ്. മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ, ജെനിറ്റൽസിൽ നീർക്കെട്ട്, നീര് വെള്ളം കെട്ടിയിരിക്കുന്ന പോലത്തെ ഒരവസ്ഥ. സ്കാൻഡി യൂറിൻ ഇൻ ലിറ്റിൽ ബോയ്സ് വിത്ത് ദ ഫോർസ്കിൻ എനോർമസ്ലി ഡിസ്റ്റൻഡ് ഓർ ഇൻ ഹൈഡ്രോസിൽ. അപ്പോൾ ചെറിയ ആൺകുട്ടികളിൽ ലിംഗത്തിൻ്റെ അഗ്രചർമ്മം അല്ലെങ്കിൽ വൃഷണങ്ങൾ വീർത്ത് കെട്ടി വെള്ളം കെട്ടിയ പോലത്തെ ഒരു അവസ്ഥ. എവറി ടൈം ദ കോൾ ടു യൂറിനേറ്റ് കംസ് ഹി വിൽ ഷ്രീക്ക് ബിക്കോസ് ഹി റിമെമ്പേഴ്സ് ദ പെയിൻ ഹി ഹാഡ് ഇൻ ദ ലാസ്റ്റ് ടൈം. ഓരോ സമയവും ഓരോ തവണയും മൂത്രമൊഴിക്കാൻ തോന്നുമ്പോൾ കുട്ടി കരഞ്ഞു വിളിക്കും. കാരണം എന്താ, മുൻപുണ്ടായ ആ അവസ്ഥയിലെ ആ വേദന ഓർത്തിട്ടാണ്. ഇത് പറയുമ്പോൾ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഞാൻ 1ാം വർഷം പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് കൊച്ചിൻ കോളേജിൽ ഫോർട്ടുച്ചിക്ക് അടുത്ത് എൻ്റെ ഇളയച്ചന്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബെൽഡോണ കേസ്, ഇളയച്ചന് ഇതേപോലെ മൂത്രം പോകാതെ വലിയ പ്രശ്നമായി കല്ലെന്തോ ഉണ്ടായെന്ന് തോന്നുന്നു. ഇടയ്ക്ക് കല്ലിങ്ങനെ പുറത്ത് എക്സ്പെൽ ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പള്ളുരുത്തി താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഫോർട്ടുച്ചിക്ക് പോകുന്ന വഴിക്കാൻ. അപ്പോൾ ഞാൻ പോയി നിന്നു. അപ്പോൾ തൽക്കാലം ഒരു ട്യൂബ് ഇട്ട് മൂത്രം കളഞ്ഞു. എന്നിട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സർജനെന്നുള്ളൂ. 85 85 നല്ല തിരക്കാണ്. 2 3 ദിവസം അഡ്മിറ്റ് ചെയ്ത ശേഷം സർജറി ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെ കിടക്കുമ്പോൾ ഞാൻ കോളേജ് കഴിഞ്ഞ് അടുത്ത് തന്നെയാണ് പോവും. അപ്പോൾ ആ വാർഡിൽ, സർജറി വാർഡിൽ വേറെയും ചില പേഷ്യൻസ് ഉണ്ട്. അതിലൊരു കുട്ടി, ഒരു ആൺകുട്ടി, 6-7 വയസ്സുണ്ടാവും, ഇതേപോലെ മൂത്രം പോകാതെ വന്നാണ്. ആ കുട്ടിക്ക് ഇതേപോലെ ട്യൂബിട്ട് കളഞ്ഞു.
ആ കുട്ടിക്കും 2 ദിവസം കഴിഞ്ഞ് സർജറി ചെയ്യാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുക. കുട്ടി വല്ലാതെ കരയുന്നുണ്ട്. അപ്പോൾ 2ാമത്തെ ദിവസം ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ ബന്ധുക്കൾ വന്നിട്ട് എൻ്റെ ഈ ഇളച്ചം കിടക്കുന്ന അടുത്ത കട്ടിൽ തന്നെ, പിന്നെ കേൾക്കാം. അപ്പോൾ വന്ന ബന്ധുക്കൾ പറയുന്നത് ഇവിടെ ഇട്ടുകൊണ്ടിരിക്കേണ്ട, നമുക്ക് പടിയാര കൊണ്ടേ കാണിക്കാം. അപ്പോൾ പടിയാര ആരാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ അവർ ഡിസ്ചാർജ് പോലും വാങ്ങിയില്ല. അന്ന് സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എല്ലാം കെട്ടുകടയൊക്കെ എടുത്ത് പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പടിയാരാരാണ്, ഈ സർജറി വേണ്ടെന്ന് പറഞ്ഞ കുട്ടി പടിയാരെ കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആശ്വാസത്തോടെ പോയി. അപ്പോൾ പടിയാരോട് ചോദിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ചികിത്സിക്കാമെന്ന്. ചോദിച്ചപ്പോൾ പറയുന്നത് പടിയാരെന്ന് പറയുന്നത് കൊച്ചിയിലെ പ്രസിദ്ധനായ ഹോമിയോപാത്താണ്. പിൽക്കാലത്ത് ഞാൻ പരിചയപ്പെട്ടു, ഡോക്ടർ വാമന പടിയാർ. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ അന്ന് പടിയാർ മെമ്മോറിയൽ ഹോമിയോ കോളേജിലെ പ്രിൻസിപ്പളാണ്. അതിന് അനുജനാണ് വാമന പടിയാർ. പിന്നെ ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചെന്നറിയില്ല. തീർച്ചയായിട്ടും അദ്ദേഹം പിന്നീട് ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഹോമിയോപാത്തായിരുന്നു. അദ്ദേഹം കൽക്കട്ടയിൽ MBBS പഠിക്കാൻ വേണ്ടി പോയതാണ്. അവിടെ പോയിട്ട് എന്തോ കാരണം കൊണ്ട് MBBS ഉപേക്ഷിച്ച് അന്ന് ലൈസൻഷ്യേറ്റ് കോഴ്സിന് ചേർന്ന് ഹോമിയോപാത്തായിട്ട് വന്നതാണ്. അപ്പോൾ അന്നൊക്കെ ഞാൻ അവരെ കുറ്റം പറഞ്ഞു. ഇവിടെ നിന്ന് സർജറി വാർഡിൽ നിന്ന് ഇറങ്ങി ഹോമിയോപ്പതിക്ക് പോയി, കുട്ടി സുഖപ്പെട്ട് കാണണം. അവരൊന്നും അന്നേ അത് മനസ്സിലാക്കിയിരുന്നു. ഒരുപക്ഷെ ഡോക്ടർ പടിയാറെ പേഷ്യൻസ് ആയിരിക്കാം ഈ വന്ന് കൊണ്ടുപോയ ബന്ധുക്കൾ. ഇൻഫ്ലമേറ്ററി കംപ്ലൈൻസ് ഓഫ് ദ കിഡ്നീസ് ആൻഡ് യൂട്രസ്, ബ്ലാഡർ ആൻഡ് യുറേത്ര ഉണ്ടോ, വൃക്കകൾ, ഗർഭപാത്രം, മൂത്രാശയം, മൂത്രനാളി, ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇൻഫ്ലമേഷൻ, നിർവീക്കം ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആമുഖമായിട്ട് പറഞ്ഞത്. വൃക്കരോഗം എന്നൊക്കെ പറഞ്ഞ് പിന്നീട് പെട്ടുപോകുന്ന അവസ്ഥയൊക്കെ ചിലപ്പോൾ തുടക്കത്തിൽ കൃത്യമായൊരു ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് കിട്ടിയിരുന്നെങ്കിൽ അവർ സുഖപ്പെട്ടു പോയേനെ. ദ വോൾ യൂറിനറി ട്രാക്ട് ഈസ് ഇറിറ്റേറ്റഡ് വെരി മച്ച് ലൈക്ക് കാന്താരിസ് ആൻഡ് ദീസ് 2 റെമഡീസ് ആൻറ്റിഡോട്ട് ഈച്ച് അതർ. കാന്താരിസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനൊരു സാമ്യമുണ്ട്. കാന്താരിസ് നിങ്ങൾക്കറിയാം, പൊള്ളലിന് ഓയിൻമെൻ്റായിട്ടൊക്കെ ഉപയോഗിക്കുന്ന, ഇൻറ്റേർണൽ മെഡിസിനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് കാന്താരിസ്. കാന്താരിസിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എലിപ്പനി എന്നറിയപ്പെടുന്ന രോഗാവസ്ഥ, അന്ന് പേര് പോലും ഇട്ടിട്ടില്ല, അജ്ഞാത രോഗം എന്ന് പറഞ്ഞ് നിരവധി പേര് മരിച്ചൊരവസ്ഥയിൽ ഞാൻ കുറച്ച് സാഹസികമായിട്ട് MSc പഠിക്കുന്ന സമയത്താണ് അത് ഇടപെട്ട് സിംറ്റംസ് എടുത്ത് ഒരു ഡോസ് കാന്താരിസ് കൊടുത്ത് രക്ഷപ്പെടുത്തിയ കാര്യം പറഞ്ഞിട്ടുണ്ട്. അന്ന് മരുന്ന് സെലക്ട് ചെയ്യുമ്പോൾ ബാബുചേട്ടൻ പറഞ്ഞിരുന്നു, കാന്താരിസ് വാങ്ങുമ്പോൾ എപ്പിസും 2-3 ദിവസം വാങ്ങിച്ചോളണം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ആൻറ്റിഡോട്ടാണ്. നമ്മളൊരു കൈവിട്ട കളിയാണ്, നിയമപരമായിട്ടും ഒക്കെ പ്രശ്നം ഉണ്ടാകാവുന്ന ഒരു വിഷയമാണ്, ആൽബി എപ്പിസും കരുതിക്കൊള്ളണം എന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് എപ്പിസും ബാബുചേട്ടൻ പറഞ്ഞതനുസരിച്ച് 3 ഡോസ് ഞാൻ വാങ്ങി വെച്ചിരുന്നു. എപ്പിസ് കൊടുക്കേണ്ടിയിരുന്നില്ല. കാന്താരിസ് ഞങ്ങൾ അവരുടെ നാട് കളമശ്ശേരിക്കാരായിരുന്നു. കളമശ്ശേരിയിൽ കൊണ്ട് ആ നാട്ടിൽ മുഴുവൻ പ്രിവെൻറ്റീവായിട്ട് കാന്താരിസ്, അവിടുത്തെ കോർപ്പറേഷൻ കൗൺസിലർ, എനിക്ക് പരിചയമുള്ള ഒരാളായിരുന്നു, എൻ്റെ ലാൻഡ് ലോഡായിരുന്നു, അവർ വഴി ഞങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എപ്പിസ് കരുതിയിരുന്നു, പക്ഷേ കൊടുക്കേണ്ടി വന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസിന് ശേഷം നമുക്ക് കാന്താരിസിൻ്റെ അധ്യായം നമുക്ക് എടുക്കാം. അപ്പോൾ അന്ന് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ആശുപത്രിയിൽ പോയി അജ്ഞാത രോഗത്തിന് ചികിത്സയുമായിട്ട് കിടന്നിരുന്നെങ്കിൽ മരിച്ചു പോകുമായേക്കമായിരുന്ന ഒത്തിരി പേര് അന്ന് കാന്താരിസ് കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഒരു വേരിയേഷൻ എപ്പിസിലും വരുന്നുണ്ട്. അന്ന് സിമിലിയം കാന്താരിസ് ആയിരുന്നു, അത് ക്യൂറേറ്റീവായിരുന്നു, പ്രിവെൻറ്റീവായിരുന്നു. If you are called to a child that has been drugged with the crude epis, you can generally antidote it with cantharids. അപ്പോൾ എപ്പിസ് കൊണ്ട് ഡ്രഗ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ എപ്പിസ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടൊക്കെ കൊടുത്ത്, പണ്ടൊക്കെ അങ്ങനെ രീതിയിലുണ്ടല്ലോ, തേനീച്ചയുടെ വിഷമെടുത്ത് അല്ലെങ്കിൽ അരിച്ച് കലക്കി കൊടുക്കുന്ന അവസ്ഥ, അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോയിസണിങ് വന്നു കഴിഞ്ഞാൽ കാന്താരിസ് കൊണ്ട് ആൻറ്റിഡോട്ട് ചെയ്യാം. If you go to a woman who has taken cantharids for vicious purpose, you can very often overcome it with epis. അപ്പോൾ കാന്താരിസിൻ്റെ വിഷ്യസ് യൂസ് എന്ന് പറയുന്നത്, കാന്താരിസ് നിങ്ങൾക്കറിയാം, ഇത്തരം വണ്ടുകൾ അത് ഉത്തേജക ഔഷധമായിട്ട്, ലൈംഗിക ഉത്തേജക ഔഷധമായിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നു. അത് മോശമായ ഉപയോഗം, വിഷ്യസ് യൂസ്. അത് ഉപയോഗിച്ച് അതുകൊണ്ട് കുഴപ്പത്തിലായ ആളുകളെ ആൻറ്റിഡോട്ട് ചെയ്യാൻ എപ്പിസ് ഉപയോഗിക്കാം. The violent frenzy that has been brought on by cantharids will be overcome by epis. വയലന്റ് ഫ്രൻസി എന്ന് ഉപയോഗിക്കുന്നത് വല്ലാത്തൊരു നിഫോമാനിയ എന്നൊക്കെ പറയുന്നൊരവസ്ഥ,
ലൈംഗികമായ അമിതമായ ഉത്തേജനം ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ, അങ്ങനത്തെ ഒരു അവസ്ഥ ഈ കാൻതേറിസിൻ്റെ അബ്യൂസ് കൊണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ എപ്പിസ് അതിന് ആൻറ്റിഡോട്ട് ചെയ്യും. എപ്പിസ് മെല്ലിഫിക്ക എന്നുള്ള ഔഷധത്തെക്കുറിച്ചുള്ള നിരവധി അറിവുകൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കിട്ടി. ഇതേപോലുള്ള കൂടുതൽ വിവരങ്ങൾ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.